ആശാവർക്കർമാരുടെ ഓണറേറിയം ഇനത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തിന് പണം നൽകിയെന്നത് പച്ചക്കള്ളമെന്ന് ഡോക്ടർ തോമസ് ഐസക്. സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശാനും പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് പടച്ചുവിട്ട കുറിപ്പാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്ന് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മറുപടി പറയണമെന്നും തോമസ് ഐസക് ഫേസ്ബുക്കിൽ കുറിച്ചു. ആധികാരികയില്ലാത്ത കുറിപ്പാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നാണ് പരക്കെ ഉയരുന്ന വിമർശനം. 920 കോടി രൂപ കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ചിട്ടും ആശമാർക്ക് ഓണറേറിയം കുടിശ്ശികയാക്കിയെന്നാണ് ആരുടേതെന്ന് വ്യക്തമല്ലാത്ത കുറിപ്പിൽ പറയുന്നത്. എന്നാൽ 26,000-ൽ പരം ആശമാർക്ക് കേന്ദ്രം അനുവദിച്ച തുക വെറും 59 കോടി രൂപ മാത്രമാണെന്ന് തോമസ് ഐസക് ഫേസ്ബുക്കിൽ പറയുന്നു. ഇതുപ്രകാരം ആളൊന്നിന് ഇൻസെന്റീവ് ഇനത്തിൽ 1,800 രൂപ മാത്രമാണ് നൽകാൻ കഴിയുക. 40% തുക നൽകേണ്ടത് സംസ്ഥാനമാണ്. കേന്ദ്ര നിബന്ധന ഒന്നുമില്ലാതെയാണ് 7,000 രൂപ ഓണറേറിയമായി സംസ്ഥാനം നൽകുന്നത്. NHM-ന് മൊത്തത്തിൽ നൽകിയ തുകയാണ് ആശാവർക്കർമാർക്ക് എന്ന പേരിൽ പ്രചരിപ്പിക്കുന്നത്. പടച്ചുവിട്ട വ്യാജക്കുറിപ്പ് കേരള സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് വരുത്തി തീർക്കാനാണെന്നും തോമസ് ഐസക് പറയുന്നു. പച്ചക്കള്ളം പറയുമ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണെന്ന കാര്യം ഓർക്കണം. ഇത്തരം പച്ചക്കള്ളങ്ങളാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും തോമസ് ഐസക് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. കേരളത്തെ അപകീർത്തിപ്പെടുത്താനും കേന്ദ്രത്തെ വെള്ളപൂശാനുമാണ് നീക്കമെന്നും തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ പേര് വെക്കാതെയാണ് കുറിപ്പിറക്കിയതെന്ന് മാധ്യമപ്രവർത്തകൻ KJ ജേക്കബ് ഫേസ്ബുക്കിൽ കുറിച്ചു. വൈകാരികതയില്ലാതെയാണ് വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ നൽകുന്നതെന്നും ജേക്കബ് വിമർശിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.